ഹായ്, വെൽക്കം ടു കിച്ചൺ ആൻഡ് ഡ്രൈവ്. ഇന്നത്തെ റെസിപ്പി ഒരു ഉണക്കച്ചെമ്മീൻ്റെ റെസിപ്പിയാണ്. ഉണക്കച്ചെമ്മീൻ കണ്ട, ഈ ഉണക്കച്ചെമ്മീൻ നമുക്ക് ആദ്യം ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ഇത് ഒരു ചമ്മന്തിപ്പൊടിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ തലയും വാലും കട്ട് ചെയ്യുക, ഇങ്ങനെ ഇടാം. കണ്ട, കുറച്ച് സമയം എടുത്താലും നമുക്ക് ഇത് വൃത്തിയാക്കി എടുക്കാം. പിന്നെ എല്ലാ ചെമ്മീനും നമുക്ക് ഇതേപോലെ വൃത്തിയാക്കി എടുക്കാം. വൃത്തിയാക്കി എടുത്തതിന് ശേഷം നല്ലോണം കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് നല്ലോണം ഒന്ന് ഉണക്കിയെടുക്കാം. ഞാൻ മാങ്ങ ഇട്ടിട്ടാണ് ചമ്മന്തിപ്പൊടി ഉണ്ടാക്കുന്നത്. ആദ്യമൊക്കെ നമ്മൾ ചമ്മന്തി വേഗം പെട്ടെന്ന് കഴിക്കാനുള്ള ചമ്മന്തി ഉണ്ടാക്കില്ലേ, മാങ്ങ, ഉണക്കച്ചെമ്മീൻ, ഉണക്കമുളക്, ചെറിയ ഉള്ളി ഒക്കെ ചേർത്ത് നമ്മൾ ചമ്മന്തി ഉണ്ടാക്കും അല്ലേ, അപ്പം കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മളൊന്ന് കുറച്ച് മാങ്ങ ഒരു 3-4 ഉണ്ട്, നോക്കിയിട്ട് മുറിച്ചതിനനുസരിച്ച് എങ്ങനെ നോക്കിയിട്ട് എടുക്കാം. അത് 1 കപ്പ് ചെമ്മീൻ, ഉണക്കച്ചെമ്മീനുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഈ മാങ്ങയുടെ തോലൊക്കെ ഒന്ന് ചെത്തിയെടുക്കാം. ഇതൊരു കട്ടിയുള്ള തോലായ കാരണം തോല് നമുക്കിത് ചെത്തി മാറ്റാം. എന്നിട്ട് ഇതൊന്ന് നമ്മളിത് ചമ്മന്തി പൊടിയായിട്ടാണ് എടുക്കുന്നത്. കുറച്ച് ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇരിക്കും. ഇത് ഒന്ന് നമ്മൾ ആദ്യമൊക്കെ നമ്മൾ എന്താ പറയുക, ഇടിച്ചെടുക്കുകയാണ് ചെയ്യുക. ഇത് കഷ്ണാക്കിയിട്ട് പിന്നെ ഉരലിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിടിച്ച് എടുക്കുകയാണ് ചെയ്യുക. ഇതിപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും ഇല്ലാത്ത കാരണം നമുക്കിതൊന്ന് ഇതേപോലെ തോലൊക്കെ ചെത്തിയെടുത്ത് നമുക്ക് കഷ്ണാക്കിയിട്ട് ഒന്ന് മിക്സിയിൽ ഒന്ന് കറക്കി എടുക്കാം. ഇങ്ങനെ ഇതേപോലെ എല്ലാം തോലൊക്കെ ചെത്തി കഷ്ണാക്കി എടുക്കാം. എടുത്തിട്ടുണ്ട്, ഞാൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റുന്നുണ്ട്. 4 മാങ്ങ എടുത്തിട്ടുണ്ട്. ഇതേപോലെ 1 കപ്പ് ഉണക്കച്ചെമ്മീനാണ് എടുത്തേക്കുന്നത്. അത് ഇതേപോലെ കഴുകി വെള്ളമൊക്കെ ഒന്ന് തുടച്ച് എടുത്തിട്ടുണ്ട്. അതായത് ഒരു ടവലിൽ നമ്മൾ വിരിച്ചിട്ടാൽ ആ വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് ഇട്ട്. ഇനി നമ്മളിതൊന്ന് ഒന്ന് തിരിക്കൽ കുറച്ച് കഷ്ണങ്ങളൊക്കെ ഉണ്ടായിക്കോട്ടെ, ഒന്ന് കറക്കിയെടുക്കാം. നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് ഉണക്കച്ചെമ്മീനൊന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് വറുത്തെടുക്കണം. അതിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റും. ഇങ്ങനെ നമുക്കത് എടുത്ത് നോക്കുമ്പോൾ അതൊന്ന് പൊട്ടി വരും. അപ്പോൾ നന്നായി ഇളക്കി വറുത്തെടുക്കാം. ഒരു 10 മിനിറ്റോളായി. ഇപ്പോൾ ഇത് ഏകദേശം പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കും. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന്, 2, ഒരു 3 സ്പൂണ് കാശ്മീരി ചില്ലി. ലോ ഫ്ലെയിം ആക്കണേ പൊടി ഇടുമ്പോൾ, അല്ലെങ്കിൽ ഓഫാക്കിക്കോ. എന്നിട്ട് നമ്മൾ 3 സ്പൂണ് കാശ്മീരി ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 സ്പൂണ് സാധാരണ എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടിതൊന്ന് വറുത്തെടുക്കുക. ആ പച്ചമണമൊന്ന് പോണ വരെ ഈ പാത്രത്തിൻ്റെ ചൂടിൽ വറുത്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ആ പച്ചമണം പോയതിന് ശേഷം ഒന്ന് തണുത്തതിന് ശേഷം നമ്മളിതേപോലെ മാങ്ങ ചെയ്ത പോലെ തന്നെ ഒന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്ത് എടുക്കുക. ഒന്ന് പൊടിച്ചെടുത്താൽ മതി, അധികം വല്ലാണ്ട് പൊടിയാക്കണ്ട. ഞാൻ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലോണം പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി തണുത്തതിന് ശേഷം അതൊന്ന് പൊടിച്ചെടുക്കാം. അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. മാങ്ങ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇതേപോലെ അതിലത്തെ വെള്ളം ഒന്ന് വറ്റി ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. കഷ്ണങ്ങളൊക്കെ ഉണ്ട്, കണ്ടോ? അതിലെ വെള്ളാംശം, ആ വെള്ളത്തിൻ്റെ ഇതൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം ഒന്നിങ്ങനെ ഡ്രൈ ആയിട്ട് വരും. അതുവരെ നമുക്കിങ്ങനെ ഇളക്കി എടുക്കാം. വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ചതച്ച മുളകില്ലേ, ചതച്ച മുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ചതച്ച മുളക് നമ്മൾ ഒരു ടിപ്പ് പറഞ്ഞുതരാം.
നമ്മൾ ചതച്ചമുളക് അങ്ങനെ മേടിക്കണമെന്നില്ല. നമ്മൾ വാങ്ങുന്ന പാക്കറ്റ് വാങ്ങുന്ന മുളകില്ലേ, ഈ മുളക് നമ്മൾ അതേപോലെ ഒന്ന് നമ്മൾ ഇങ്ങനെ എടുത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിൽ വെക്കുക. ഫ്രിഡ്ജിൻ്റെ കേസില്ലേ, കേസിൽ വെച്ചാൽ മതി. കണ്ട, കേസിൽ വെക്കുമ്പോൾ കണ്ട നമുക്ക് ഇങ്ങനെ പൊട്ടിക്കാൻ പറ്റും. കണ്ട, ഇങ്ങനെ പെട്ടെന്ന് നമുക്കിങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കൊന്നും വേണ്ട. ഫ്രിഡ്ജിൻ്റെ കേസിൽ വെച്ചാൽ മതി. എടുത്തു കഴിഞ്ഞ ഉടനെ തന്നെ അതിൽ തന്നെ വെക്കുക. അപ്പോൾ നമുക്കത് വേഗം ഒന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാൻ പറ്റും. അങ്ങനെ പൊടിച്ചതാണത് കേട്ടോ. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. ഇനി നമ്മളതിലേക്ക് ഒന്ന് നമ്മൾ ഉണക്കച്ചെമ്മീനും പിന്നെ മുളക് പൊടിയൊക്കെ ഇട്ട് ഇതാക്കിയതില്ലേ, അതൊന്ന് മിക്സിയിലിട്ടിട്ട് പൊടിച്ചതാണ്. ഒന്ന് നന്നായി പൊടിച്ചിട്ടില്ല, ഒന്ന് ഇതാക്കിയിട്ടേ ഉള്ളൂ. അത് ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതേപോലെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് നേരം നമ്മൾ നന്നായി ഇതിളക്കി മുളകും ചെമ്മീനും മാങ്ങയും ഒക്കെ കൂടി ഒന്നിങ്ങനെ ചേർന്ന് വരണം. നന്നായി ഇളക്കി എടുക്കാം. ഇത് കുറേയൊന്നും എടുത്തു വയ്ക്കാൻ പറ്റില്ല കേട്ടോ. കുറച്ചൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ച് ഉപയോഗിക്കാം. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതെടുത്ത് നമ്മൾ കഴിക്കുമ്പോൾ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കഴിക്കണം. ഒന്നും കൂടി ഇളക്കിയെടുക്കണം. ഈ ഒരു പാകത്തിലാണ് ഞാൻ എടുക്കുന്നത്. ഇനി അത് ഇരുന്നാൽ ഒന്നും കൂടി ഇങ്ങനെ ഡ്രൈ ആയിട്ട് വരും. ആ പാത്രത്തിൽ തന്നെ നമ്മൾ കുറച്ച് നേരം വെച്ചാൽ മതി. ഇങ്ങനെ പൊടി പോലെയല്ല. കണ്ട, ഇതാ ഉണക്കച്ചെമ്മീൻ്റെയും മാങ്ങയുടെയും ഒക്കെ കഷ്ണങ്ങൾ, ചെറിയ കഷ്ണങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. ഇനിയിപ്പം മാങ്ങ മിക്സിയിൽ ക്രഷ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. എന്നാലും നമുക്ക് കഷ്ണം ഇങ്ങനെ കടിക്കാൻ കിട്ടും. കണ്ട, ഇനി ഇത് നമുക്ക് ഒന്നിങ്ങനെ ഇതേപോലെ കണ്ട ഈ ഒരു പരുവത്തിലാണ് നമ്മൾ എടുക്കുന്നത്. കണ്ട, അത് ചുരുങ്ങി കുറച്ചായി. കണ്ട, എന്തായാലും എല്ലാവരും ഒന്ന് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. മാങ്ങക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇങ്ങനെ ആ മാങ്ങയും ആ ചെമ്മീൻ്റെ ഇതും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഇഷ്ടമായാലും എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.